അതായത് ബീഫ് കഴിക്കുന്നവരെ ആക്രമിക്കാൻ പാടില്ല എന്നുള്ള ചെയ്യുന്നില്ല. അങ്ങനെ പറയരുത്. തൃശ്ശൂർ നെന്മണിക്കരയിലാണ് വോട്ടർ സൈക്കിൾ ഡയറി ഉള്ളത്. ഇവിടെ മഹാദേവ ചായക്കട രാവിലെ തന്നെ സജീവമാണിതാ. ആളുകളൊക്കെ ഇരുന്ന് രാവിലെ തന്നെ എല്ലാ ദിവസവും വരുമോ പത്രവായന? മിക്കവാറും ദിവസങ്ങളൊക്കെ വരും. ഇവിടെ ഇപ്പം ഇലക്ഷന് നല്ല തിരക്കായില്ലേ? കൊടികളൊക്കെ കാണാം എല്ലാ പാർട്ടികളെ. ഒരുപാട് കാലം LDF. അതെ. എങ്ങനെയുണ്ട് ഭരണം കുഴപ്പമില്ല, നല്ല കുഴപ്പമില്ലാതെ നല്ലതല്ല അല്ല, കുഴപ്പമില്ലാതെ പോകുന്നു. ചായ കുടിക്കാൻ ഇറങ്ങണം രാവിലെ തന്നെ സ്ഥിരം എല്ലാ ദിവസവും സന്തോഷം കണ്ടിട്ടേ പോകുള്ളൂ. ആണോ? ഒരു സൈഡിൽ മെസ്സി, ഒരു സൈഡിൽ അച്ഛൻ. അതെന്താ സന്തോഷേട്ടാ? രണ്ടും ഗംഭീര സംഭവങ്ങളല്ലേ. VS-നെ പോലെ ഒരാളുണ്ടാവോ? മെസ്സിയെ പോലെ ഒരാളും ഉണ്ടാവില്ല. ഒരുപാട് കാലമായോ സന്തോഷത്തോടെ ചായക്കട നടത്തുന്നത്? ഞാൻ 35 വർഷമായി. എങ്ങനെയുണ്ട് തെരഞ്ഞെടുപ്പൊക്കെ? തെരഞ്ഞെടുപ്പ് ഗംഭീരല്ലേ. അതുകൊണ്ട് തുടരും ഇവിടെ ഭരണം? തുടരും. ആണോ? സുരേഷ് ഗോപി ജയിച്ചതുപോലെ ഇവിടെ പഞ്ചായത്തിലൊക്കെ BJP ജയിക്കാൻ സാധ്യത? BJP ഇവിടെ ജയിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ അടുത്ത പ്രാവശ്യം ജയിക്കുന്നു എനിക്ക് തോന്നുന്നില്ല. അതെന്താ? അതിൻ്റെ പ്രവർത്തനം സുരേഷ് ഗോപിയുടെ പ്രവർത്തനം ക്ലിയർ അല്ല ഇവിടെ. പെങ്ങളായതുകൊണ്ടാണോ LDF-ന് വോട്ട്? അല്ല, ഞങ്ങളുടെ അവിടെ വ്യക്തിയാണ്. അപ്പോൾ LDF ആയാലും കോൺഗ്രസ് ആയാലും വ്യക്തികളെ നോക്കി ചെയ്യും. ഈ പ്രാവശ്യം LDF-ആണ് നിൽക്കണം. തൃശ്ശൂർ എന്ന് പറയുമ്പോൾ കേരളത്തിൻ്റെ മറ്റു ഭാഗത്തൊക്കെ ആളുകൾ ചർച്ച ചെയ്യുന്നത് സുരേഷ് ഗോപി ജയിച്ചല്ലോ, ഇനിയിപ്പോൾ തൃശ്ശൂർ ആകെ BJP-ക്ക് വലിയ മുന്നേറ്റമായിരിക്കുന്നത്. എന്താണ് ഇവിടുത്തെ സ്ഥിതി? അങ്ങനെ ഒരു മുന്നേറ്റം ഞാൻ കാണുന്നില്ല. പ്രത്യേകിച്ച് സുരേഷ് ഗോപി എന്ന് പറഞ്ഞാൽ താരപ്രതാപം കൊണ്ട് കുറച്ച് വോട്ടുകൾ ക്യാൻവാസ് ചെയ്തുകൊണ്ട്. പിന്നെ ഞാൻ പറയേണ്ട കാര്യമില്ല, വിവാദങ്ങളൊക്കെ എൻ്റെ ബാക്ക്ഗ്രൗണ്ടൊക്കെ നിങ്ങൾക്ക് പത്രമാധ്യമങ്ങളിലൊക്കെ വ്യക്തമായിട്ട് അറിയാവുന്നതാണല്ലോ. അങ്ങനെ ഓളത്തിൻ്റെ ഭാഗമായിട്ട് വന്ന് കയറി വന്നതാണെന്ന് എനിക്ക് തോന്നുന്നുള്ളൂ. ലോകാരാധ്യനായ നരേന്ദ്രമോദി പ്രധാനമന്ത്രിയുടെ ഇഷ്ടം പോലെ പദ്ധതികളുണ്ട്. സുരേഷ് ഗോപിനെ പ്രതിപാദിക്കുന്നില്ല എന്നല്ല പറയണേ, അല്ലാതെ തന്നെ ഇഷ്ടം പോലെ പദ്ധതികളുണ്ട്. കുട്ടികൾക്ക് ബേട്ടി പഠാവോ ബേട്ടി ബച്ചാവോ, ഗ്രാമീണ സടക്ക് യോജന. വേറൊരു ആക്ഷേപമുള്ളത് BJP-ക്കാർ പലരും ബീഫ് കഴിക്കും, പക്ഷേ ബീഫ് കഴിക്കുന്നവർക്കെതിരെ അക്രമം നടത്തുന്നു. നിങ്ങൾ ബീഫ് കഴിക്കും? ഞാൻ ഒരു മാംസം കഴിക്കില്ല, മത്സ്യം മാത്രമേ കഴിക്കുള്ളൂ. അതായത് ബീഫ് കഴിക്കുന്നവരെ ആക്രമിക്കാൻ പാടില്ല എന്നുള്ള ചെയ്യുന്നില്ല. അങ്ങനെ പറയരുത്. മുഹമ്മദ് അഖ്ലാഖിനൊക്കെ അടിച്ചു. മുഹമ്മദ് അഖ്ലാഖ് എന്ന് പറഞ്ഞാൽ ബീഫ് കഴിച്ചോണ്ടെന്നല്ല, അത് അവിടുത്തെ പ്രാദേശികമായിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. അതത്ര തന്നെയുള്ളൂ സാറേ. വോട്ടർ സൈക്കിൾ ഡയറി യാത്ര തുടരുന്നു തൃശ്ശൂരിൽ നിന്ന് മറ്റൊരിടത്തേക്ക്.